ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നെവിൻ ഒരു പ്രസ്ഥാനം ഇറക്കിയിരുന്നു അല്ലേ? അതായത് എൻ്റെ വീട് ലോൺ എടുത്ത് പോവാമായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എടുത്ത് പോവുകയായിരുന്നെങ്കിൽ ഞാൻ എന്തായാലേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയേനെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് റണ്ണറപ്പാണ് നെവിൻ. സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ പ്രൈവറ്റ് ആക്കി വെച്ചുകൊണ്ടാണ് ആള് പോയത്. ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നെവിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, PR ഉണ്ടായിരുന്നില്ല. എന്നിട്ടും തേർഡ് റണ്ണറപ്പായി. അപ്പൊ നെവിൻ കൊടുക്കുകയായിരുന്നു കിട്ടിയേനെ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നെവിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ബാക്കി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഷാനവാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തുക കേട്ടോ. ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു നെവിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ. പിന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ നെവിനെ കുറിച്ചിട്ട്. അപ്പൊ പെൺകുട്ടികളുടെ കണ്ണീര് കണ്ട എനിക്ക് പെട്ടെന്ന്, ഞാൻ ആണല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് അന്ന് അനുമോളായിട്ടുള്ള പ്രശ്നത്തില് അനുമോള് കരഞ്ഞു എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ച് സോറി പറയുകയും അതുപോലെ അനുമോളായിട്ട് രമ്യതയിൽ എത്തുകയും ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അത് ആ പറയുന്ന സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ആ മുഖഭാവവും ആ ഇരിക്കുന്ന രീതി, രണ്ട് കാലൊക്കെ നീട്ടി വെച്ച് ഇരിക്കുന്ന രീതിയും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു കോമിക് കഥാപാത്രമായിട്ട് തോന്നും കേട്ടോ. രസമുണ്ട് ആളുടെ ഇന്റർവ്യൂസോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എനിക്ക് നല്ല ഫാൻസ് ആയി. ഇപ്പൊ ആദ്യമൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല, ഇപ്പൊ ഭയങ്കര ഫാൻസ് ആണെന്ന് പറയുന്നത്. ഞാൻ പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ, അപ്പൊ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോ എനിക്ക് അക്ബറിന് ഭയങ്കര ഭയമായിരുന്നു കണ്ടപ്പോ. പക്ഷെ ഭയങ്കര ആചാരബാഹുവാണല്ലോ, അപ്പൊ ഫിസിക്കൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അക്ബർ തന്നെ നേടും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുപോലെ മാത്രമല്ല, അക്ബറിന്റെ രീതികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ആചാരബാഹുവാണ്. അതുകൊണ്ട് ഭയങ്കര ഭയമായിരുന്നു. പക്ഷേ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ അക്ബറാണ് ആ ബിഗ് ബോസ് ഹൗസിലെ. അവർക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും, സങ്കടം വന്നാൽ സങ്കടം കാണിക്കും, വിഷമം വന്നാൽ വിഷമം കാണിക്കും, അതുപോലെ തന്നെ സ്നേഹം വന്നാൽ സ്നേഹവും കാണിക്കാറുണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്നത് ആ 26 പേരിലും ജെന്യൂൻ ആയിട്ട് അക്ബറായിട്ടാണ് തോന്നിയിരിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബിഗ് ബോസിൽ ഞാൻ കയറിയത് അക്കൗണ്ട് ഒക്കെ പ്രൈവറ്റ് ആക്കിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള ബിഗ് ബോസിലെ പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയാണ്. എന്നെ പിന്നെ കൊടുത്ത വ്യക്തി പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ടോ. പിന്നെ അനുമോള് ഉം ആണ് ഇത്രയും ഡ്രമാറ്റിക് പേഴ്സൺ ആണ് എന്ന് പറയുമെന്ന് കരുതിയെങ്കിൽ തെറ്റാണ്. ഞാൻ അത് പറയില്ല, അനുമോളെ ഞാൻ പറയില്ല. ഡ്രമാറ്റിക് പേഴ്സൺ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. പിന്നെ എനിക്ക് ക്ഷമ ചോദിക്കണം എന്ന് തോന്നിയത് ജിസൈലിനോട് മാത്രമാണ്. എന്ന് വെച്ചാൽ ജിസൈലിനെ ഞാൻ അവിടെ നോമിനേഷനിൽ ഇട്ട ആ ആഴ്ചയിൽ തന്നെ ജിസൈൽ പോയി. ഞാൻ വിചാരിച്ചു ജിസൈൽ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്, ഒരിക്കലും പോവില്ല, ഞാനൊക്കെ പോയി കഴിഞ്ഞിട്ട് പോവുള്ളൂ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത്. പക്ഷെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ ജിസയിൽ പോയിരിക്കുന്നു. അപ്പൊ എനിക്കിത് ഭയങ്കര വിഷമമായി ജിസേലിന്റെ. അങ്ങനെ ഒരു ക്ഷമ ചോദിക്കാൻ തോന്നിയത് അവരോട് മാത്രമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ബെസ്റ്റ് എന്റർടൈനർ അവാർഡ് ഈ വർഷത്തെ കിട്ടിയിരിക്കുന്നത് ആർക്കാന്ന് വെച്ചാൽ നെവിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ആള് നല്ല എന്റർടൈനർ ആണ്. സോഷ്യൽ മീഡിയ വഴി ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഷാനവാസിന്റെ അടുത്ത്, ഷാനവാസ് എന്റെ എനിമിയൊന്നുമല്ല. ഷാനവാസിന്റെ അടുത്ത് അന്ന് അങ്ങനെ പെരുമാറിയത് എനിക്കൊരു തെറ്റിദ്ധാരണ മൂലമാണ്. അങ്ങനെ പെരുമാറി അപ്പൊ തന്നെ ആള് സീരിയസ് ആണെന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ ക്ഷമ ചോദിച്ചു. ഞാൻ ആളെ കൂടി ക്ഷമ ചോദിച്ച് വളരെ റിയൽ ആയിട്ട് ചോദിച്ചത് ഷാനവാസിനോടാണ്, അല്ലാതെ എന്റെ എനിമിയൊന്നുമല്ല. ഷാനവാസ് എന്ത് തന്നെ പറയുകയാണെങ്കിലും എനിക്ക് ഷാനവാസിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഷാനവാസിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് ഒരുപാട് വഴക്കും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു ഞാൻ.